മുംബൈയിൽ യാത്രാ ബോട്ട് മുങ്ങി 13 പേർ മരിച്ചു. നാവികസേനയുടെ ബോട്ടും യാത്രാ ബോട്ടും കൂട്ടിയിടിക്കുകയായിരുന്നു. മരിച്ചവരിൽ ഒരു നാവികസേന ഉദ്യോഗസ്ഥനുമുണ്ട്. നടക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ? വളരെ 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 ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണല്ലോ വന്നിരിക്കുന്നത്. തീർച്ചയായും എസ് കെ എൻ, അല്പസമയം മുമ്പാണ് നേവിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നത്. ആ ഒരു വാർത്താക്കുറിപ്പിലാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. 13 പേരുടെ ജീവനാണ് ഈ ദുരന്തത്തിൽ ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. അതിൽ ഒരാൾ നാവികസേന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. എസ് കെ എൻ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ ബോട്ടുകളിൽ എലിഫൻ്റ് കേവ് അടക്കമുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിന്നാണ് അതിനുള്ള ബോട്ട് അടുപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് യാത്ര പോയ ആളുകളാണ് ഇങ്ങനൊരു വലിയ ദുരന്തത്തിലേക്ക് വീണു പോകുന്നത്. ഏതാണ്ട് 100-ലേറെ ആളുകൾ ഈ ബോട്ടിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നു. നേവിയുടെ ഒരു സ്പീഡ് ബോട്ട്, അതിൻ്റെ ഒരു എഞ്ചിൻ ട്രയൽ നടക്കുകയായിരുന്നു. ആ സമയം ആ ബോട്ടിൽ നേവിയുടെ 2 ഉദ്യോഗസ്ഥർ സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്നു. പിന്നീട് 3 പേർ ഈ എഞ്ചിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ, ഈ മരണപ്പെട്ടവർ 2 പേർ ഈ കമ്പനിയിൽ നിന്നുള്ള 2 പേരാണ് എന്നതാണ് നമുക്ക് നേവിയുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശേഷിച്ച ആളുകൾ ഈ ബോട്ടിൽ യാത്ര ചെയ്ത യാത്രക്കാരാണ്. ഈ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച് നേവിയുടെ വാർത്താക്കുറിപ്പിൽ ഒരു കൃത്യമായ എണ്ണം പറയുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, മുതിർന്ന ആളുകൾ, ടിക്കറ്റ് എടുത്ത ആളുകളുടെയൊക്കെ തന്നെ എണ്ണം ലഭ്യമാണ്. എന്നാൽ കുട്ടികൾ പലരും ഉണ്ടാവും, അവരുടെ ഒന്നും തന്നെ ടിക്കറ്റ് ഉണ്ടാവാൻ സാധ്യതയുമില്ല. അങ്ങനെ ആ ഒരു എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. നേവിയുടെ വാർത്താക്കുറിപ്പ് പ്രകാരം ഇപ്പോഴും രക്ഷാദൗത്യം തുടരുകയാണ്. ഞാനിപ്പോൾ അത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിലാണ്. ഇവിടെ കുറച്ച് അകലെയാണ് ഇവിടെയുള്ള പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ ബോട്ട് ഉടമയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരിക കൂടിയാണ്. ഏതായാലും അപകടത്തിൽ നേരിട്ട് ഈ ബോട്ട് ഉടമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആ തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സുരക്ഷാ സംവിധാനങ്ങൾ യാത്രക്കാർക്ക് ഒരുക്കി നൽകേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബോട്ടിൽ ആളുകൾ കയറുമ്പോൾ അവർക്ക് ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ നൽകണമായിരുന്നു. സാധാരണ നമ്മൾ തന്നെ പലപ്പോഴും എലിഫൻ്റ് കേവിലേക്കും മറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മളൊരു റൈഡിംഗ് റിപ്പോർട്ടറുടെ ഭാഗമായി പോലും നമ്മൾ അങ്ങനെ ബോട്ട് യാത്ര ചെയ്തതാണ്. പക്ഷേ അപ്പോൾ പോലും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് കാര്യമായ ഒരു ഗൗരവം എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പോലും അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം പൊതുവെ ഇവിടെയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഏത് തരത്തിലുള്ള അപകടത്തിലേക്കാണ് നയിക്കുക എന്നത് കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു ദുരന്തം നടന്നിട്ടുണ്ട്. ഇപ്പോൾ 4 പേരെ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട്. പലരും ആശുപത്രി വിട്ടിട്ടുണ്ട്. എന്നാലും ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർ മുംബൈയിലെ ഇവിടെ അടുത്ത് തന്നെയുള്ള സെൻറ്റ് ജോർജ് ആശുപത്രിയിലേക്കാണ് അവരെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നേവി ബോട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു അപകടം ഇങ്ങനെ നേരിൽ വന്ന് കയറിയത്. അതുകൊണ്ട് ഇനി ഇതിൽ ഏത് തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ, എന്ത് നടപടി ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അറിയിപ്പ് ഇനി വരേണ്ടതുണ്ട്. ഏതായാലും വാർത്താക്കുറിപ്പിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അപകടമുണ്ടായ സാഹചര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരു നേവിയുടെ സ്പീഡ് ബോട്ട് നടത്തുന്നതിനിടെയാണ്, എഞ്ചിൻ ട്രയൽ നടത്തുന്നതിനിടെയാണ് വന്ന് കയറി വളരെ അതിവേഗത്തിൽ വന്ന് ഈ യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറുന്നത്. ബോട്ട് ഏതായാലും പൂർണ്ണമായി തന്നെ, 2 ബോട്ടുകൾ പൂർണ്ണമായി തന്നെ മുങ്ങിയിട്ടുണ്ട്. അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടി വരും. ഏതായാലും രക്ഷാദൗത്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം ആളുകളുടെ എണ്ണം സംബന്ധിച്ച് ഒരു അവ്യക്തത ഇപ്പോൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എസ് കെ എൻ. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ബോട്ടപകടത്തിൽ 13 പേർ മരിച്ചു എന്നാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുന്നത്. മരണസംഖ്യയെക്കുറിച്ച് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ.